ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ദേഷ്യത്തോടെ രുക്മിണിയോടും ശ്രീലക്ഷ്മിയോടും പറയാം, എൻ്റെ അമ്മയുടെ നേരെയുള്ള പോരാട്ടം ഉണ്ടല്ലോ, അമ്മായിയമ്മയും മരുമകളും തന്നെ ഇവിടെ വെച്ച് നിർത്തിക്കോണം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ആ പരിധി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നീ ഉണ്ടല്ലോടി ശ്രീലക്ഷ്മി, ഒരു ജന്മം മുഴുവൻ കരഞ്ഞുകൊണ്ട് നടക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി അവിടെ നിന്നാൽ രാജു എന്തെങ്കിലും അതിക്രമം കാണിച്ചാലോ എന്ന് ഭയന്ന് രുക്മിണി പെട്ടെന്ന് മരുമകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഒച്ചമണി മാറുന്നുണ്ട് പറയാ, വാചകോടി മാത്രമേ നടന്നുള്ളല്ലോ, വേറെ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. ജയനാണെങ്കിൽ അനന്തപിള്ളയുടെ കൂടെ നിന്നിട്ട് ഭയങ്കര അഹങ്കാരം. ജയൻ മനസ്സിൽ പറയുക, ചെറുപ്പത്തിലെ കൂട്ടുകാരൊക്കെ ഒരുപാട് നിന്നോട് നിർബന്ധിച്ചതാ രാഷ്ട്രീയത്തിൽ ചേരാൻ. അന്ന് ഈ അനന്തപിള്ളയെ പോലുള്ള കള്ള കൂട്ടങ്ങളോടൊപ്പം ഞാൻ ചേർന്നെങ്കിൽ ഞാനിപ്പോൾ കോടീശ്വരനായേനെ. എന്ത് ചെയ്യാനാ, തലയെഴുത്തങ്ങനെ മായ്ക്കാൻ പറ്റുമോ? അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്നാണ്ട് ദീപക്കും അമ്പിയെ ഇറങ്ങി വരുമോ. അത് കണ്ട് ജയനൊന്ന് ഭയക്കുന്നുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, ഏതാണ്ട് പൂതനയും മോനുമാണല്ലോ വരുന്നു, എന്നെ ഇന്ന് പൊരിക്കുമല്ലോ ഈശ്വര. അപ്പോഴങ്ങോട്ട് വരുന്ന പൊടിയാടിയോട് പറയാം, അയ്യോ എന്നെ ഒന്ന് രക്ഷിക്കണേ, 2 വയ്യാവേലികൾ വരുന്നുണ്ടേ എന്നും പറഞ്ഞ് ജയൻ അകത്തോട്ട് ഓടുവാണ്. ആഹാ, ഈ മരണങ്ങളെ കണ്ടോണ്ടാണോ ആ ജയൻ ഓടിയത്? അംബിക അങ്ങോട്ട് വന്നിട്ട് പൊടിയാടിയോട് ചോദിക്കുന്നു, ഡോ ആ അനന്തപിള്ള ഇല്ലേടോ അകത്ത്? അംബിക വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അനന്തപിള്ള, ആരാ പൊടിയാടിയോടെ വന്നത്? അംബികയെ മോനെ നോക്കിയിട്ട്, ഓ നിങ്ങളാണോ? ഒരു പരിഹാസത്തോടെ, എന്താണ് മാതാവും പുത്രനും കൂടെ ഈ വഴിക്കൊക്കെ? എടോ അനന്തപിള്ളേ, തന്നെ നേരെ കാണാൻ വേണ്ടി ഞാൻ വന്നതാ. അംബിക അങ്ങനെ പറയും. ഓഹോ, കാണാൻ വന്നതാണോ? വേണ്ടേ, എന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കണ്ടിട്ട് വേഗം പൊയ്ക്കോ. താൻ എന്ത് കരുതിയിടോ? അംബിക വർമ്മ അങ്ങനെ വെറുതെ പോകുമെന്ന് വിചാരിക്കണ്ട. തന്നെ 2 എണ്ണം പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അംബികയെ, നിങ്ങളോട് 2 പേരോട് ഒരിക്കൽ കൂടി ഞാൻ പറയുക, രാഷ്ട്രീയം പറയാനാണെങ്കിൽ വേണ്ട, യാതൊരു പ്രയോജനവും ഇല്ല. അത് മുഴുവൻ നെറികേടായതുകൊണ്ട് ഞാനും അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ദീപക്കിന് ഉടനെ ഒരു സംശയം, അപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ നെറികെട്ടവരാണെന്നാണോ തൻ്റെ അഭിപ്രായം? അയ്യോ, ഒരിക്കലുമല്ല ദീപക്കെ. 60% ആൾക്കാരും നല്ലവരും സത്യസന്ധരുമാണ്. പക്ഷെ സത്യം ഞാൻ തുറന്നു പറയാമല്ലോ, അനന്തപിള്ളയും കൂട്ടരും അങ്ങനെയുള്ള ആളുകളല്ല. സത്യമായിട്ടും നെറികെട്ടവർ തന്നെയാ. എടോ അനന്തപിള്ളേ, ആ നെറികേട് താൻ ഞങ്ങളോട് കാണിക്കരുതായിരുന്നു. അംബികെ, തെറ്റുകൾ മാത്രമുള്ള ഒരു ലോകത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. കള്ളങ്ങൾ മാത്രം നിറഞ്ഞ ഒരു കാലത്ത് കള്ളം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു, പക്ഷേ നിങ്ങൾ ഞങ്ങളെ ചതിച്ചു. ശരിയാ അംബികെ, ഞാൻ നിങ്ങളെ ചതിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ ചതിയേക്കാളും ഭീകരമായി നിങ്ങൾ അമ്മയും മകനും മറ്റുള്ളവരെ ചതിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമായതുകൊണ്ട്. അങ്ങനെയല്ല അനന്തപിള്ളേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ കൊടുക്കും. അത് കേട്ടിട്ട് പരിഹാസ ചിരി. ദീപക്ക് പറയാൻ, താൻ കളിയാക്കി ചിരിക്കുകയൊന്നും വേണ്ട. അംബിക വലിയ രോഷത്തോടെ പറയാ, താൻ ചെവിയിലെ നുള്ളിക്കോ അനന്തപിള്ളേ, താൻ നോവിച്ച് വിട്ടിരിക്കുന്നതേ അംബികാവർമ്മയെ. മനസ്സിന് മുറിവേറ്റാൽ ഈ അംബിക പിന്നെ അടങ്ങിയിരിക്കില്ല, തന്നെ ഞാൻ കരയിപ്പിക്കും, താൻ ഓർത്ത് വെച്ചോ എന്നും പറഞ്ഞ് അംബിക മോനോട് വാടാ എന്നും പറഞ്ഞ് ദീപക്കനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവരങ്ങനെ നടന്നു പോകുമ്പോൾ അനന്തപിള്ള പറയാ, അപ്പോഴേ അംബികയെ മോനും ഒന്ന് നിന്നേ. അനന്തപിള്ളയെ കരയിപ്പിക്കുമെന്നുള്ള ആ വെല്ലുവിളി ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങ് വരവ് വെച്ചിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് കരയാൻ പോകുന്നത് ഈ അമ്മയും മകനും ആയിരിക്കും. കരയാൻ പോകുന്നത് ഇവിടെങ്ങും വെച്ചല്ല, അങ്ങ് സെൻട്രൽ ജയിലിൽ കിടന്ന കേസുകളെ നിങ്ങൾക്ക് 2 പേർക്കൂടെ എത്രയാണെന്ന് വല്ലതും അറിയാവോ? മൊബൈൽ കാണിച്ചുകൊണ്ട് അനന്തപിള്ള പറയുക, അതിൻ്റെയൊക്കെ തെളിവുകൾ ഏതാണ്ട് എൻ്റെ കൈവശമുണ്ട്. അനന്തപിള്ള അങ്ങനെ പറഞ്ഞത് കേട്ട് അമ്മയും മകനും അങ്ങ് വരണ്ടു നിൽക്കുക. ആ ജഗന്നാഥനെ അംബിക വെടിവെച്ച് കൊന്നതേ അംബിക ഒരു കൂട്ടുകാരിയോടൊപ്പമായിരുന്നു. അത് കേട്ടതും അംബിക ഒരു ജീവശവം പോലിങ്ങനെ നിൽക്കുക. പിന്നെ പ്രതാപവർമ്മയെ ബോംബ് വെച്ച് വീഴ്ത്തിയത് ദാണ്ട ഈ ദീപക്കാണെന്ന് ഞാൻ പോലീസിനങ്ങ് മൊഴി കൊടുക്കും. അതിൻ്റെ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ടടാ ദീപക്ക് മോനെ. പുലിയെപ്പോലെ വന്ന് അമ്മയും മോനും ദാണ്ട എലിയെപ്പോലെ നിന്ന് വിറയ്ക്കുന്നു. അപ്പോഴേ കരയാൻ പോകുന്നത് ആരാണെന്ന് ഇപ്പം മനസ്സിലായോ അംബികയെ? ബൈബിളിലെ ഒരു വചനമുണ്ട്, നിങ്ങൾ ഒരു വിരൽ എൻ്റെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകളും നിങ്ങൾക്ക് നേരെ തന്നെ ചൂണ്ടിയിരിക്കും. അതുകൊണ്ട് ഇനി 2 പേര് വേഗം ചെന്ന് ഈ അനന്തപിള്ളയെ കരയിക്കാനുള്ള വഴി നോക്ക്. അഹങ്കാരത്തിന്റെ കൊമ്പടിഞ്ഞ് വെറും ഈയാമ്പാറ്റെ പോലെ അംബികയും മോനും കാറിൽ കയറി പോവുക. അവര് പോയത് കണ്ടിട്ട് ജയൻ ഓടി വന്നിട്ട് അനന്തപിള്ളയോട് ചോദിക്കുക, സാറേ ആ മരക്കുരിശുകൾ പോയോ? പോയടാ, അവരെന്നെ കുരിശിത്തറയ്ക്കാൻ വന്നതായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അമ്മയ്ക്കും മോന് നല്ല ഒരു കറക്റ്റ് കുരിശങ്ങ് പണിഞ്ഞു കൊടുത്ത്. അയൽക്കൂട്ട മീറ്റിങ്ങിന് പോയ രാധമ്മയെ കാണാഞ്ഞ് വേണുവേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുക. പ്രിയയോട് ചോദിക്കുന്നു, എന്താ ഇത്ര താമസിക്കുന്നത്? സാധാരണ ഇത്രയും താമസിക്കാറില്ലല്ലോ. എന്തോന്നായത്, കേന്ദ്രമന്ത്രിസഭയുടെ ക്യാബിനറ്റ് മീറ്റിങ്ങോ?
ചുമ്മാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുന്നതാ ഈ മീറ്റിംഗ്. 5 മിനിറ്റ് തീരേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ പെണ്ണുങ്ങളല്ലേ, പരദോഷത്തിന്റെ പെരുമഴയായിരിക്കും. അമ്മ അതിലൊന്നും പങ്കുചേരില്ലച്ച. അമ്മ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കത്തതേ ഉള്ളൂ. അപ്പോൾ ജയൻ വലിയ ഫോമിൽ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു ബാഗും ഒക്കെ പിടിച്ചോണ്ട്. വേണുവേട്ടൻ ചോദിക്കും, അല്ല ഇത് പുതിയ ജില്ലാ കളക്ടറോ? വേണ്ട, നിങ്ങളെന്നെ കളിയാക്കുകയൊന്നും വേണ്ട. നിങ്ങൾ പണ്ടെന്നെ കേളനെന്നാ വിളിച്ചോണ്ടിരുന്നത്. അമ്മായി അച്ഛൻ എന്നാൽ ഉപരി നമ്മൾ തമ്മിലൊരു ആത്മീയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കുക. വേണുവേട്ടൻ പറയാം, അയ്യോ സാറ് പണ്ട് ചൊറിയും കുത്തി ഈ വരാന്തയിൽ ഇരിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ വലിയ തിരക്കുള്ള ആളായതുകൊണ്ട് സന്തോഷം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. പരിഹാസത്തോടെ വീണ്ടും വേണുവേട്ടൻ പറയാം, ഏമാൻ ഇരിക്കാനൊരു കസാര എടുക്കട്ടെ? എടി പ്രിയ, ഇത്രയും സുന്ദരിയായി നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ തലതെറിച്ച ഒരു അച്ഛനുണ്ടായത്? ബാഗ് എടുത്ത് പ്രിയയുടെ കൈ കൊടുത്തിട്ട് ജയം പറയാം, ദാണ്ട പ്രിയ, ഇതിൽ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. രാവിലെ 7 മണിക്ക് ഡൊമസ്റ്റിക്കിൽ നേരെ ഹൈദരാബാദിലോട്ട്, 2 മണിക്കൂർ നേരത്തെ മീറ്റിംഗ്. അവിടുന്ന് പിന്നെ 2 PM ദില്ലി. മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ രാത്രി തന്നെ അവിടുന്ന് മടങ്ങും. അത് വിശ്വസിച്ച് പ്രിയ പെട്ടെന്ന് ബാഗ് ഇങ്ങനെ തുറക്കുമ്പോൾ ജയൻ പ്രിയയുടെ കാതിൽ പറയാം, അതിനകത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നുമില്ല, 2 ലോട്ടറി ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തള്ളിയതാണല്ലേ, അമ്മയും മകനും ഇതേ ഉള്ള ജോലി. അപ്പോഴങ്ങോട്ട് കരഞ്ഞുകൊണ്ട് വരുന്ന രാധമ്മയും കൂടെ ഋതികയും രാജു. ഋതിക രാധമ്മയോട് പറയുന്നുണ്ട്, രാധമ്മയെ കരയല്ലേ, അവരൊക്കെ നോക്കുന്നുണ്ട്. സങ്കടത്തോടെ വരുന്ന രാധമ്മയെ കണ്ട് പെട്ടെന്ന് വേണുവേട്ടൻ, എടി എന്താടി, നിനക്ക് എന്താ പറ്റിയതെന്ന്? ഒന്നുമില്ല വേണുവേട്ട. എടീ, 32 കൊല്ലമായി നീ എന്നോടൊപ്പം കൂടിയിട്ട്. നിന്റെ മനസ്സൊന്ന് പെടഞ്ഞാൽ ഞാൻ അറിയും. പറയടി, എന്താ ഉണ്ടായത്? ഒന്നുമില്ല വേണുവേട്ട. ഇതെല്ലാം വരുത്തി വെച്ച കൊച്ചമണി ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ഓടി വന്നിട്ട് പറയും, ഉണ്ട്, രാധമ്മ കള്ളം പറയുക. വലിയൊരു സംഭവം ഉണ്ടായി, പക്ഷെ ഞാൻ കണ്ടില്ല. വിശ്വസിക്കാൻ പറ്റുന്ന 2 പേരെന്നോട് പറഞ്ഞതാ. ഞാൻ അമ്മേ, ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എനിക്കൊന്നുമില്ല. പിന്നെ ഒന്നുമില്ലാതെ അമ്മ എന്തിനാമ്മേ കരഞ്ഞത്? ജയൻ ചോദിക്കുക. അയ്യോ, ഞാൻ കരഞ്ഞില്ല. കരഞ്ഞു അമ്മ, കരഞ്ഞു, ഞാൻ കണ്ടതാ. ആ പരദൂഷണ കൊച്ചമ്മണി പറയുക, രാധമ്മ വലിയ വായിലെ കരഞ്ഞുകൊണ്ട് റോഡിക്കൂടെ ഓടുമായിരുന്നു. ജയൻ കൊച്ചമ്മണിയോട് പറ, എന്നാ നിങ്ങൾ പറ, നിങ്ങൾ അമ്മയെ വല്ല ഉപദ്രവിച്ചോ? ദാണ്ട തള്ളേ, എൻ്റെ രാധമ്മ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാനൊരു കാട്ടാളനായിട്ട് മാറുവേ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? രാധമ്മ എന്തിനാ കരഞ്ഞെന്നൊന്ന് പറ. ആ രുക്മിണി ഉണ്ടല്ലോ, പലിശക്കാരി പാഷാണം രുക്മിണി, രാധമ്മയെ പെരുവഴി നിർത്തി ഒരു പെരുന്നാളിനുള്ള ആൾക്കാരുകൾക്ക് രാധമ്മയെ അപമാനിച്ചു. ഇതങ്ങനെ വിട്ടപ്പറ്റില്ല, ഇപ്പൊ തന്നെ ചോദിക്കണമല്ലോ എന്നും പറഞ്ഞ് വേണുവേട്ടൻ ഒരുങ്ങുമ്പോൾ രാധമ്മ കയറി തടുക്കുക. വേണ്ട വേണുവേട്ട, വേണ്ട. ആഹാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, ചോദിച്ചത് തന്നെ കാര്യം എന്നും പറഞ്ഞ് ജയനും ഒരുങ്ങുക. രാജു പറയും, നിങ്ങൾ 2 പേരും നടയിക്കേ. ഏഷണിക്കാരി കൊച്ചമ്മണി പറയാ, രുക്മിണി മാത്രം ചീത്ത പറഞ്ഞതെങ്കിൽ രാധമ്മ കരയില്ലായിരുന്നു. കൂടെ ആ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. ഓ, ഇങ്ങനെ വർക്കത്ത് കെട്ടിയ ഒരു പെണ്ണുണ്ടോ? ജയൻ ചോദിക്കുക, എന്താ ഇതിന്റെയൊക്കെ പിന്നിലെ പ്രശ്നം? അവിടെ നടന്ന പ്രശ്നമൊക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ നടന്ന ബഹളത്തെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറയുക. രാധമ്മ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതും അവിടുന്ന് പോയപ്പോൾ പുറകിന് വന്ന് രുക്മിണിയും മോളും ആക്ഷേപിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ക്ഷമിക്കുന്തോറും അവരുടെ അഹങ്കാരം കൂടുക. 2 പറഞ്ഞിട്ടേ ഉള്ളു കാര്യം. വേണുവേട്ട, വേണ്ട, പോകണ്ട. അവരോട് പറയാനുള്ളതൊക്കെ രാജുവും ഋതുമോളും പറഞ്ഞിട്ടുണ്ട്. അവിടെയോ അടി നടന്നത് കാണാൻ പറ്റില്ല, ഇപ്പോഴെങ്കിലും ഒരു അടി നടക്കണമല്ലോ എന്ന് കരുതി കൊച്ചമ്മണി പറയാം, ദാണ്ട രാധമ്മയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് പട്ടികളെ പോലെ കടിച്ച് കീറുവായിരുന്നു അമ്മായിയമ്മയും മരുമോളും. അവളുമാർ 2 പേരുടെ പറഞ്ഞ വാക്കുകൾ കേട്ട ചെവിക്കല്ല് പൊട്ടിപ്പോവെന്നാ നാട്ടുകാർ പറഞ്ഞത്. വേണുവേട്ടൻ ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല. ഇല്ല, എനിക്ക് പോയി ചോദിക്കണം. അങ്കിള് പോകരുത്. രുക്മിണി എന്ന ആ വൃത്തികെട്ട സ്ത്രീയോട് സംസാരിക്കാൻ പോയ നഷ്ടപ്പെടുന്ന അഭിമാനം ആർക്കാ? അങ്കിളിന്. അച്ഛാ, ഋതു പറഞ്ഞത് അതിൻ്റെ ശരി. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ അഭിമാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനെ വേണുവേട്ടനെ സമാധാനിപ്പിച്ച് ഋതിയ വേണുവേട്ടനെയും രാധമ്മയും കൂട്ടി അകത്തോട്ട് പോവുകയാണ്. കൊച്ചമ്മണി വിചാരിച്ച കാര്യം ഇവിടെയും നടന്നില്ല. കൊച്ചമ്മണി സങ്കടത്തോടെ പറയാം, യുദ്ധത്തിന് ഞാൻ ശങ്കൂതിയത് മാത്രം മിച്ചം, ഒന്നും നടന്നില്ല. ആ ശരി, 2 ബദാമെങ്കിലും എടുത്ത് കഴിക്കാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി ബദാം തിന്നാൻ പോവുക. ഈ സമയത്ത് കളക്ടർ ശാലിനി എന്തോ വലിയ ആലോചനയില്ല. അപ്പോൾ അനന്തംപിള്ളയുടെ ആ ശിങ്കിടിപ്പെണ്ണ് അങ്ങോട്ട് വരുന്നുണ്ട്. മേഡം, എന്നെ വിളിച്ചോ? ആ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. ഈ പ്രതാപവർമ്മ എന്ന ആൾ ലക്ഷണമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നില്ലേ മേഡം? അങ്ങനെ ഒരു ഇമേജ് പ്രതാപവർമ്മയും അയാളുടെ അനുയായികളും ചേർന്ന് സൃഷ്ടിച്ചു വെച്ചിരുന്നതാ. അതൊക്കെ അഴിമതിയും അക്രമവും ഗുണ്ടായുസവും നടത്താനുള്ള ഒരു ഇരുമ്പ് മറ മാത്രമായിരുന്നെന്ന് മേഡത്തിനിപ്പം മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണല്ലോ. അയ്യോ, ഒരിക്കലുമല്ല മേഡം. പച്ച മലയാളത്തിൽ പറഞ്ഞാലേ അയാളൊരു കള്ളനാ. അയാളെ ആൾക്കാർ പറയുന്നത് വെളുത്ത ചെകുത്താനെന്നാ. വെളുത്ത ചെകുത്താനോ? അതെ മേഡം, അങ്ങനെയാണ് പ്രതാപവർമ്മയെക്കുറിച്ച് നാട്ടിലെല്ലാവരും അറിയപ്പെടുന്നത്. കുടുംബവാഴ്ചയാണ് മേഡം അയാളുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം കൊണ്ട് അയാൾ കോടികളാണ് ഉണ്ടാക്കിയത്. ഇയാളുടെ ഫാമിലിയോ അതിവിടെ അടുത്താണ് മേഡം. ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ സ്വത്തും കൂടി ഇയാൾ തട്ടിയെടുത്തു. എന്നിട്ട് ആ സ്ത്രീയെ ഈ പ്രതാപവർമ്മ എന്ന് പറഞ്ഞ ദ്രോഹി ഉപേക്ഷിച്ചു.
പിന്നെ ഒരു മകളുണ്ട്, അത് അയാളുടേതല്ലെന്ന അയാളും വീട്ടുകാരും പറയുന്നത്. മേഡത്തിന്റെ സപ്പോർട്ടോടെ ഒരു സ്ത്രീപക്ഷ സംഘടനയുണ്ടെന്ന് എനിക്കറിയാം. മേഡം അത് പണ്ടേ ശ്രദ്ധിക്കണമായിരുന്നു. കളക്ടർ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിനെതിരെ ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായിട്ടില്ലേ? അതങ്ങനെയാ മേഡം. നിരപരാധികളെ പാവം ജനങ്ങൾ സഹികണുമ്പോൾ ചെയ്തു പോകും. ഇയാൾ ഉപദ്രവിച്ച മനുഷ്യരെല്ലാരും കൂടി തക്കം കിട്ടിയപ്പോൾ സംഘം ചേർന്ന് ചെയ്തു പോയതാ ഈ ബോംബ് ബ്ലാസ്റ്റിംഗ്. ആരും ചെയ്തു പോകും മേഡം. അത്രയ്ക്കും വൃത്തികെട്ടവനാ പ്രതാപൻ. മേഡം ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞ് അവളൊരു ഫയൽ എടുത്തിട്ടുണ്ടെന്ന് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട്. അയാൾ നടത്തിയിട്ടുള്ളതിനെ കുറിച്ചുള്ള രേഖകളാണ്. ശാലിനി ഇത് വാങ്ങിച്ചിട്ട് പറയുന്നത്, ഞാനിതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ. അദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ന്യൂസിൽ നടക്കുന്നതൊക്കെ. അങ്ങനെ അനന്തംപിള്ളയുടെ കയ്യിൽ നിന്ന് കുറച്ച് രൂപയോടെ തൻ്റെ അക്കൗണ്ടിലോട്ട് വരുമെന്നുള്ള സന്തോഷത്തിൽ അവൾ അങ്ങനെ പോവുകയാണ്. കാര്യം മനസ്സിലാകാതെ ശാലിനി പറയുന്നുണ്ട്, ഭാര്യയെ തെരുവിൽ ഉപേക്ഷിച്ചാൽ ഇവനൊക്കെയാണ് മന്ത്രി. ഈ സമയം പ്രതാപൻ ഇങ്ങനെ റൂമിലിരിക്കുക. പവിത്ര സിസ്റ്ററിന്റെ ഡയറി കാണുന്നു. വായിക്കുന്നത് ശരിയല്ല, എങ്കിലും സിസ്റ്റർ മറന്നു വെച്ചിട്ട് പോയതല്ലേ. ആ ഡയറി എടുത്ത് കയ്യിൽ വെച്ചിട്ട് പ്രതാപൻ ചിന്തിക്കുക, എന്നെ പോലെയുള്ള ഒരാൾ അന്യയാളുടെ ഡയറി എടുത്ത് വായിക്കുന്നത് ശരിയാണോ? എന്നെ രക്ഷിച്ച ആ സ്ത്രീയോട് വൈകാരികമായി എന്തോ ഒരു അടുപ്പം എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രതാപൻ ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ ഒറ്റപ്പെട്ടവരുടെ മാനസിക വേദന പറഞ്ഞറിയിക്കാനോ എഴുതാനോ വളരെ പ്രയാസമാണ്. ചുറ്റും എല്ലാവരും ഉണ്ട്, സത്യം പറഞ്ഞാൽ ആരുമില്ല. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന ഭാഷയുണ്ട്. ഇണപ്പക്ഷി കൂട്ടുകാരനെ വിളിക്കുന്നത് അവരുടെ ഭാഷ. അതുപോലെ മനസ്സിനോട് പറയുന്ന കാര്യങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അറിയാവൂ. എൻ്റെ ഈ ഏകാന്തത ആകെ മടുത്തു. എന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയവർ ഓർക്കുന്നുണ്ടോ എൻ്റെ ഈ ദുഃഖങ്ങൾ? പ്രതാപൻ പെട്ടെന്ന് ഡയറി അവിടെ വെച്ചിട്ട് ശേഖരനെ വിളിക്കുക. എന്താ ചേട്ടാ? ശേഖര, ആ സിസ്റ്റർ പവിത്രയില്ലേ? എവിടുന്നാ വന്ന് എനിക്ക് ജീവൻ തന്നിട്ട് ഒരക്ഷരം പോലും എന്നോട് പറയാതെ പോയ ആ പവിത്രയില്ലേ? എനിക്ക് അവരെ ഒന്ന് വിളിക്കണം ശേഖര, ഒരു താങ്ക്സ് പറയാന്. അവളുടെ നമ്പർ നിന്റെ കൈ കാണുമല്ലോ, നീ എനിക്കൊന്ന് ഷെയർ ചെയ്യേ. ശേഖരനാകെ പതറി നിൽക്കുക. ദൈവമേ, എങ്ങനെ നമ്പർ കൊടുക്കും? അത് പത്മചാട്ടത്തിയാണെന്ന് പറയാൻ പറ്റുമോ? ചേട്ടാ, അവരൊരു പ്രത്യേക ടൈപ്പാ, വിളിച്ചാൽ ഫോൺ എടുക്കത്തതേ ഇല്ല. പിന്നാണെങ്കിലോ അവർ ഇത്തരം നന്ദി വാക്കുകളൊന്നും പ്രതീക്ഷിക്കുന്നതും ഇല്ല. അവരേത് ടൈപ്പും ആയിക്കോട്ടെ ശേഖര, നീ ഒരിക്കൽ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ? ശേഖരൻ മനസ്സിൽ പറയാം, ഒരിക്കലല്ല, കുറെ കാലം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുറിവേറ്റ പക്ഷിയെപ്പോലെയാണ് അവര്. ആങ്ങളെയും പെങ്ങളെയും ചേർത്ത് തകർത്തിയ ഒരു ജന്മം. നീ എന്തിനാ ശേഖര ഇത്രയധികം ആലോചിക്കുന്നത്? ഞാനല്ലേ ആ സ്ത്രീയുടെ നമ്പർ ചോദിക്കുന്നത്? എന്നെ രക്ഷിച്ച ആ സ്ത്രീയോട് ഞാൻ 2 വാക്ക് സംസാരിക്കുന്നത് തെറ്റാണോ? അയ്യോ ചേട്ടാ, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം എന്നും പറഞ്ഞ് നമ്പർ പ്രതാപന് സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം രാജുവും ഋതികയുടെ ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുക. ശേഖരൻ ഋതിയെ വിളിക്കുന്നുണ്ടായിരുന്നു. രാജു വണ്ടി ഒന്ന് നിർത്തിക്കുക, ചെറിയച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ. എന്താ ചെറിയച്ച? മോളെ, ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായി. എന്താ ചെറിയച്ച? ചേട്ടന് സിസ്റ്റർ പവിത്രയുടെ ഫോൺ നമ്പർ വേണമെന്ന്. ആദ്യം ഞാനൊന്ന് മടിച്ചതാ മോളെ, അപ്പൊ ചേട്ടന് ദേഷ്യം. പിന്നെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. പ്രശ്നമാവുമോ മോളെ? ഇല്ല ചെറിയച്ചൻ പേടിക്കണ്ട. എന്താ ഋതു, എന്തുവാ ശേഖരൻ സാറ് പറഞ്ഞു? അത് രാജു, അച്ഛനെ സിസ്റ്റർ പവിത്രയെ വിളിക്കണമെന്ന്. ചെറിയച്ഛന്റെ കയ്യിനെ അമ്മയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. എന്റെ ദൈവമേ ഋതു, ഇത് പിന്നെയും പ്രേമം ആവുമോ? ആവട്ടെ രാജു, മറക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ അച്ഛന് വരണം. പ്രേമം എന്താണെന്ന് ഇനിയെങ്കിലും അച്ഛൻ മനസ്സിലാക്കട്ടെ. ഇയാളെ പ്രണയം പഠിപ്പിക്കാൻ ഞാൻ കുറെ പാടുപെട്ടതാ. പ്രേമം തിരിച്ചറിഞ്ഞപ്പോഴോ എങ്ങോട്ടും ഇട്ട് പോകുന്നതുമില്ല. അതുപോലെ എൻ്റെ അച്ഛനും പഠിക്കട്ടെ പ്രേമത്തിന്റെ മഹത്വവും അതിന്റെ വേദനയും. ഋതു, ഇത് താൻ പറയുന്ന പോലെ തമാശയല്ല, വലിയ പ്രശ്നമാവും. പവിത്ര അമ്മയാണെന്നങ്ങനെ അറിഞ്ഞാൽ പിന്നെ സാറിന്റെ ഭാവം അങ്ങ് മാറും. പിന്നെ ജീവിതത്തിൽ വർമ്മ സാറ് പിന്നെ നമ്മളോട് മിണ്ടിയെന്ന് വരില്ല. അതൊക്കെ നമുക്ക് നോക്കാവുന്നേ. രാജു വണ്ടിയെടുക്കും എന്നും പറഞ്ഞ് അവർ പോവുകയാണ്. ഈ സമയം പ്രതാപൻ സിസ്റ്റർ പവിത്രയുടെ ഡയറി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. പവിത്രയുള്ള സ്നേഹവും ആരാധനയും പ്രതാപന് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ ആ ഡയറി വായിച്ച് തീരുമ്പോഴേക്കും പവിത്രയോടുള്ള സ്നേഹം കൂടും. പവിത്ര ആരാണെന്ന് പ്രതാപൻ തന്നെ കണ്ടുപിടിക്കുമോ? അത് പത്മയാണെന്ന് തിരിച്ചറിയുമ്പോൾ പ്രതാപനിൽ എന്തായിരിക്കും മാറ്റം? കുറ്റബോധമായിരിക്കുമോ? അതോ നല്ലൊരു ജീവിതത്തിലോട്ട് പത്മയെ കൈപിടിച്ച് കയറ്റുമോ? എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.